വീക്സ് എടുക്കൂടാ. നല്ല പണിയുണ്ട്. കാരണം സീറോയിന്ന് ബിൽഡ് ചെയ്യുവല്ലേ. സാധാരണ ഒരു സെർവർ നമ്മള് പണിയണമെങ്കിൽ ഒരു 3 മാസമെങ്കിലും എടുക്കുന്ന. ചായ കുടിച്ചോ? ചായ കുടിക്കാറില്ല ഇപ്പൊ. ചായയൊക്കെ കട്ട് ചെയ്തു. വണ്ണം കൂടുന്നു. ഷുഗർ കട്ട്, ചായ കട്ട്, ചോറ് കട്ട്, എല്ലാം കട്ട്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാം കട്ടാവും. അത്ര ഉള്ളു. കുറെ ഫീച്ചേഴ്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാകത്തില്ല. നല്ല ഫീച്ചറിസ്റ്റിക് ആയിട്ട് ഇറക്കണമെന്നുണ്ടെങ്കിൽ ഗയ്സ് മിനിമം ഒരു 3 മാസമെങ്കിലും എടുക്കും. നമ്മള് മിനിമം ആർക്ക് വിളിക്കാൻ പറ്റുന്ന സെർവർ ആയിരിക്കും. V2 മെക്കാനിസം നൈസായിരുന്നു. V2 V2 ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പണിഞ്ഞ സാധനമാണ് V2. ഞാൻ മാത്രമല്ല കേട്ടോ, AK ഞാനിവിടെ പണിഞ്ഞത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്. അത് നമുക്ക് നല്ല ടൈം ഉണ്ടായിരുന്നു V2 പണിയാൻ വേണ്ടി. ഏകദേശം 4 മാസത്തോളം എടുത്തു V2 പണി. സെർവർ ഡെവലപ്പിന് ശേഷം എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? ആദ്യം ബേസ് സെറ്റ് ചെയ്യണം. പിന്നെ ഓരോരോ സ്ക്രിപ്റ്റായിട്ട് നമ്മൾ ഇടും. ആദ്യം സിറ്റിക്ക് വേണ്ട ബേസിക് സ്ക്രിപ്റ്റ്സ്, PD, EMS, മെക്കാനിക് അങ്ങനത്തെ പരിപാടി. പിന്നെ ഫീച്ചേഴ്സ് ആഡ് ചെയ്യും. ആ ഫുട്ബോൾ പ്ലെയറിന്റെ അതൊരു പ്രശ്നം കേട്ടോ. ഫുട്ബോൾ പ്ലെയറിന്റെ പക്ഷെ നമുക്ക് അടിച്ചു കിട്ടിയത് അതുകൊണ്ടല്ല. ഫുട്ബോൾ പ്ലെയറിന്റെ ഇത് വെക്കാൻ പാടില്ല. കല്യാണ ഡേറ്റ് ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞത് നല്ലത് ഇതുകൊണ്ടാണ് അതോ നല്ലത് കൊണ്ടായതുകൊണ്ടാണ്. റെനി ഫുട്ബോളിന്റെ കട്ടൗട്ട് വെച്ച ഒരു റീസണോ? വെച്ചത് ഒരു റീസണാ. അതൊരു റീസൺ ആണ്. അങ്ങനെ പബ്ലിക് ഫിഗറിന്റെ കട്ടൗട്ട് വെക്കാൻ പാടില്ലെന്ന. അതുകൊണ്ടല്ല നമുക്ക് കിട്ടിയത്. ഡാറ്റ എന്ന് പറയുമ്പോൾ ഫോൺ നമ്പറൊക്കെ ഫോൺ നമ്പർ ബാക്കിയെല്ലാം സെയിം ആയിരിക്കും. അതൊന്നും വിഷയമില്ല. പിന്നെ നമ്മൾ മാക്സിമം നമ്മുടെ പഴയ ബാക്കപ്പിലുള്ള രീതിയിൽ തന്നെയാണ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കാം. ചിലപ്പം ചില അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ വേണ്ടി വരുമായിരിക്കും. ഓൾഡ് സെർവറിലെ റിസോഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പുതിയതായിട്ട് അത് വാങ്ങിക്കണം. ബാങ്ക്രോ സ്ക്രിപ്റ്റ് പോവോ? അത് റോബറീസ് അല്ലേ? റോബറീസ് ഒക്കെ വരും. V2 ഗൺ മെക്കാനിസം വാസ് ദ ബെസ്റ്റ്. അതും കുറെ ഇരുന്ന് കഷ്ടപ്പെട്ട് വെച്ച മെക്കാനിസം ആയിരുന്നു. മെയിൽ അയച്ച റിപ്ലൈ വന്നു. അവര് പ്രോപ്പറായിട്ട് റിവ്യൂ ചെയ്തിട്ടാണ് സെർവർ ടെർമിനേറ്റ് ചെയ്തത്. ഇതിന്റെ മണ്ടയ്ക്ക് ഇനി അപ്പീലിന്റെ മണ്ടയ്ക്ക് ഇനി ഒരു സംസാരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടൊരു ഇത് വന്നായിരുന്നു മെയിൽ വന്നു. കിറ്റ്പെഡ് മാത്രമല്ല 18+ ഇഷ്യൂ ഉണ്ട്. കിറ്റ്പെഡ്, ടോക്സിസിറ്റി, വൾഗാരിറ്റി ഇതൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് റൂൾസിൽ കുറെ പറഞ്ഞില്ല ഓൾറെഡി. റൂൾസിൽ കുറെ ചേഞ്ചസ് ഉണ്ടായിരിക്കും. ഞാൻ എവിടം വരെ ചെയ്തു വെച്ചെന്ന് ഞാൻ മറന്നുപോയല്ലോടാ. പ്രോപ്പർ റീസൺ എന്താണ് അവർ പറയത്തില്ലേ? പ്രോപ്പർ റീസൺ അതിനകത്ത് കുറെ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് ഇത്തരം കാര്യങ്ങളാടാ. ഇത്രയും കാര്യങ്ങളുണ്ട്. അതായത് ടോക്സിസിറ്റി, വൾഗാരിറ്റി, 18+ ഇഷ്യൂ, പിന്നെ ചൈൽഡ് അബ്യൂസ്, ഡിസെപ്ഷനോ ഡിപ്രിസിയേഷനോ അങ്ങനെ എന്തോ സംഭവം അങ്ങനെ എന്തോ കൂടി പറഞ്ഞായിരുന്നു. ഞാൻ മറന്നുപോയി. ചൈൽഡ് ഒരു പ്രധാന ഘടകമാണ്. ഓക്കെ എപ്പി ഇപ്പം ഭയങ്കര ഇതിലാണ്. ബ്രോ സ്ക്രീൻ കാണിക്ക് ഡെവലപ്പിംഗ് ഇങ്ങനെ കാണാൻ അപ്പൊ ഒരു ഗുമ്മ പോത്തില്ലടാ. V2 സർവീസ് ഹിസ്റ്ററി കണ്ടപ്പോൾ എന്തോ പൊട്ടിയെന്നോ മനസ്സിലായില്ല. സ്പൈഡർ എന്തോ V3 സർവീസ് ഹിസ്റ്ററി കണ്ടപ്പോൾ എന്തോ പോലെ എന്നാന്നോ. ഇവിക്ക് വരിക സർവർ. നമ്മൾ ഇവിക്ക് വരാൻ വേണ്ടിയാണ് മാക്സിമം നമ്മൾ സർവർ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗെയിം കാർ പോയോ? അതല്ല നിങ്ങൾ സെർവർ ഉണ്ടോ? എല്ലാം പോയി. കാറും ഇതെല്ലാം പോയി. ഒരു നോർമൽ സെർവർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ബിൽഡ് ചെയ്ത് തരും. നിങ്ങൾ പ്രതീക്ഷിക്കാൻ അത്ര ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല. ഒരു ബേസിക് ഒരു RP സെർവർ ആയിരിക്കും. നമ്മുടെ സ്ലാൻഡിസ് V1, V2, V3 ഒക്കെ ഉള്ളതുപോലെ അത്രയും ഒരു സെറ്റപ്പ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. മനസ്സിലായോ? നിങ്ങൾ V2, V1, V3 അതുപോലെ പ്രതീക്ഷിക്കരുത്. നമ്മുടെ സാഹചര്യം വളരെ മോശമാണ്. സ്ക്രിപ്റ്റ് മുതൽ മാനുവലായിട്ടാണ് ചെയ്യുന്നവർ ഹെൽപ്പ് ഓഫ് AI ഉൾസ്. AIയുടെ ഹെൽപ്പ് നമ്മൾ തേടാറുണ്ട്. കാരണം നമ്മൾ ലോജിക്കൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ AI കുറേയൊക്കെ നമ്മൾ അത്രയും ടൈപ്പ് ചെയ്ത് കൂട്ടേണ്ട ആവശ്യം വരില്ല. സപ്പോസ് AI ഹെൽപ്പ് തരും. അല്ലെങ്കിൽ അത്രയൊക്കെ ടൈപ്പ് ചെയ്ത് സിറ്റി വരുമ്പോൾ അസസ് ഒക്കെ കയറുമോ?
എല്ലാം സിറ്റി വരുമ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അസറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങളുടെ അസറ്റ്സ് അല്ലേ അതൊക്കെ ഉണ്ടാവും. കസ്റ്റം, ഗ്യാങ് വെഹിക്കിൾ, ഗ്യാങ് ഡ്രസ് അങ്ങനത്തെ പരിപാടി. ഇൻ ഗെയിം ക്യാഷ് പോയോ? ഇല്ലില്ല. ഡേറ്റ ഉണ്ടാ. എന്തായാലും കമ്മ്യൂണിറ്റി മീറ്റിംഗ് വിളിക്കും നമ്മൾ സെർവർ അപ്പ് വെക്കുന്നതിന് ശേഷം. അപ്പം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറയും. നമ്മളിപ്പം സെർവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇനി നമുക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻ വരുമെന്നുള്ളത് സെർവർ നമ്മൾ ഫുൾ ബിൽഡ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. ഇഷ്ടംപോലെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി. കാരണം നമ്മളിൽ ഒരു സ്ക്രിപ്റ്റ്സും ഇല്ല. അപ്പം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പം അതെന്തായാലും കമ്മ്യൂണിറ്റി മീറ്റിംഗ് വിളിച്ചിട്ട് പറയും. V2 ടൈപ്പ് മതി. ഓക്കെ, നോക്കാം. ഞാൻ പറഞ്ഞില്ലേ എടാ, അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ഒരു സെർവർ ആയിരിക്കില്ല. ഒരു നോർമൽ RP സെർവർ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഫ്യൂച്ചറിലോട്ട് നോക്കാം. കാരണം ഇപ്പം അങ്ങനെ ബിൽഡ് ചെയ്തെടുക്കാനുള്ള ടൈമും ഇല്ല, ഇൻവെസ്റ്റ്മെന്റും കൂടുതലാണ്. അടിയ ട്രൈ ചെയ്താലോ? ചെയ്തോന്നോ? അയ്യോ എൻ്റെ പൊന്നെ, അത് ഒടുക്കളത്ത് ഇംഗ്ലീഷ് അതിനകത്ത് കയറിയിട്ട് ഞാൻ കണ്ടം വഴി ഓടി അതിനകത്ത്. വീറ്റൊക്കെ നല്ല ബോറാണെന്നോ? വീറ്റ് പോലെ കൊണ്ടുവരുമോ? ഒരു V2 ടച്ച് വരുത്തിക്കാം. സ്റ്റാൻഡിസ് തിരിച്ച് വന്നിട്ട് വേണം 5 ഓപ്പൺ ആക്കാനാണ്. മനസ്സിലായി ബ്രോ? ഓൾഡ് വൈലിസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കുമ്പോൾ അതിലൊന്നും ഇല്ല. നെയിം എസ്ലാൻഡിസ് തന്നെയാണ്. അവിടെ ബ്രോ ഗ്യാങ് ആപ്ലിക്കേഷനൊക്കെ ഒന്ന് ഓപ്പൺ ആക്കണേ സിറ്റി വന്നാൽ. അയ്യോ അതില്ല ബ്രോ, ഓൾറെഡി ഉള്ള ഗ്യാങ്ങിനെ വെച്ചിട്ടാണ്. പിന്നെ ഗ്യാങ് ഏതെങ്കിലും പോയാൽ മാത്രമേ ഒക്കെ ഓപ്പൺ ആവത്തുള്ളൂ. ഹായ് ആട് ബ്രോ, സുഖമായിട്ടിരിക്കുന്നു മുജൈർ ബ്രോ. ആട് ബ്രോ സാമ്പിൾ കയറാറില്ലേ? ഇല്ലടാ, എനിക്ക് ടൈം കിട്ടിയില്ല, കയറണം. അപ്പോൾ വാർചാറ്റ് എല്ലാം മാറുമോ? ദാറ്റ് മീൻസ് ചാറ്റല്ലേ? റീബിൽഡിങ് എവിടെ എത്തി? റീബിൽഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് സിറ്റി ഒരു 15 ദിവസം കഴിഞ്ഞ് തിരിച്ച് വരുന്ന പോലെ സെറ്റാക്കിയല്ലോ. അപ്പോൾ സൂര്യബോസ് മീനൂട്ടി ഒക്കെ 18 തിരിച്ചെത്തും. എത്രയും സ്ലോട്ട് 30 കുറച്ചോ? ഇല്ല 30 തന്നെ. എല്ലാം ശരി, അതന്നെ, എല്ലാം ശരിയാകട്ടെ. തിരിച്ചു പോകും ഞാനേ 1000